എപ്പിസോഡ് തുടക്കത്തിന് കാണിക്കുന്നത് എർത്തിലുള്ള ആൾക്കാരെല്ലാവരും മുഴുവനായിട്ടും തന്നെ കല്ലായി മാറുകയാണ്. ലൈറ്റ് വന്നതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ആൾക്കാരെല്ലാവരും കല്ലായിട്ട് മാറുകയാണ്. ഹ്യൂമൻസിനൊന്നും അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഹ്യൂമൻസ് കല്ലായി മാറുകയാണ്. സോ നമ്മുടെ സേക്കുവും കല്ലായിട്ട് തന്നെ മാറുകയാണ്. ഇതെവിടുന്നാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണം. ആദ്യമായിട്ട് ഇന്റർനെറ്റ് പോസ്റ്റിംഗ് നിർത്തിയത് എവിടാണ്, അവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്. നമ്മുടെ ഇഷിഗാമി പറയുകയാണ്. സമയം തന്നെ ഇഷിഗാമിയുടെ പുറകിൽ വന്ന പെണ്ണാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഇന്റലിജന്റ് ആണെന്ന് പറയുന്നു. പയ്യന്റെ ബുദ്ധിയാണെന്നും നമ്മുടെ ഇഷിഗാമി പറയുകയാണ്. നമ്മുടെ ഇഷിഗാമി കണ്ടുപിടിക്കുകയാണ് സൗത്ത് അമേരിക്കയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന്. തന്നെ ആ സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി അവൻ തയ്യാറാകുകയാണ്. ഇതിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ കല്ലായി മാറുമെന്നൊന്നും എനിക്കറിയത്തില്ല, ഓൾഡ് മാൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ജോലിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിഗാമിയുടെ വൈക്കത്തിട്ടൊരെണ്ണം അവൻ കൊടുക്കുകയാണ്. വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ടിയോ ഒരാവശ്യമില്ല, നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, എല്ലാം പക്ഷേ എനിക്കതൊന്നുമില്ല. അവൻ പോകാമെന്ന് തീരുമാനിക്കുന്നു. ശരിയായും ഹെലീൻ ആൻഡ് കാമയ എന്ന് പറഞ്ഞ ആൾക്കാരും കൂടെ ഇതിലോട്ട് വരികയാണ്. സമയം തന്നെ സേക്കു സ്റ്റോൺ ആയിട്ട് ഇപ്പൊ 16 മണിക്കൂർ കഴിഞ്ഞ് ഇരുത്തിൽ വന്നിട്ടുണ്ട്. രണ്ട് ന്യൂസ് ഉണ്ട്, ഒന്ന് ഗുഡ് ന്യൂസും ഒന്ന് ബാഡ് ന്യൂസ്. ന്യൂസ് എർത്തിലോട്ട് വന്ന പെർട്ടിഫിക്കേഷൻ ആകത്തില്ല. ന്യൂസ് ഞങ്ങൾ വെള്ളത്തിലാണ് ലാൻഡ് ആയത്. ഷിമിയ പറയുകയാണ് 10 മണിക്കൂർ അതിനകത്ത് ഓക്സിജൻ ഉള്ളൂ, അത് കഴിയാൻ നേരത്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. സമയം തന്നെ നമ്മുടെ സേക്കു ആണെങ്കിൽ ഇത് ഏത് സീസൺ ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ റിവൈവ് ആവുന്ന സമയത്ത് അത് അവന് യൂസ് ആകുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. സമയം തന്നെ നമ്മുടെ ഇഷിഗാമി എർത്തിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവരെ സഹായിക്കാൻ വേണ്ടി അവിടേക്ക് ബോട്ടിൽ എന്ന് പറയുന്ന സമയത്ത് ഞാൻ അവരെ നീന്തി സഹായിക്കുമെന്ന് നമ്മുടെ ഇഷിഗാമി പറയുകയാണ്. തന്നെ 10 മണിക്കൂറായി എല്ലാവരും ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓക്സിജൻ ലഭിക്കത്തുള്ളൂ. വലിയ റിസ്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ കിന്നി അവിടെ കിടന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഷോക്ക് ആകുകയാണ്. എന്താണ് നിനക്ക് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവൾ ആ വെള്ളത്തിനടുത്തേക്ക് കാണിക്കുന്നത്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഇഷിഗാമി അങ്ങോട്ട് വരികയായിരുന്നു. ഓൾഡ് മാൻ, ഈ വയസ്സായിട്ടുള്ള കാലത്ത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്രയധികം റിസ്ക് എടുക്കുന്നത് എന്ന് നമ്മുടെ ഷിമി അവനോട് ചോദിക്കുകയാണ്. നമ്മുടെ ഇഷിഗാമി അവരെല്ലാവരും സഹായിച്ചിട്ട് സൗത്ത് അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിലേക്ക് വരികയാണ്. അവർ നടന്നു വരുന്ന സമയത്തായിരുന്നു ഒരു മനുഷ്യനെ പോലുള്ള സ്റ്റാച്യൂനെ അവർ നോട്ടീസ് ചെയ്യുന്നത്. ഇങ്ങനെയാണോ ഇരിക്കുന്നത് എന്ന് അവരെല്ലാവരും ചിന്തിക്കുകയാണ്. ഈ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും വുഡ് പോയി കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇഷിഗാമി പറയുകയാണ്. ഷിമിയായും കേനിയുമാണ് വുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കേനി അവിടെ ഇരുന്ന് കരയുന്നതായിട്ട് നമ്മുടെ ഷിമിയായി കാണുകയാണ്. ഫസ്റ്റ് എയ്ഡ് ബാഗ് കണ്ടുപിടിച്ച് ഇതിൽ ഒരുപാട് ടൂൾസ് ഉണ്ടായിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഞാൻ വരുന്ന വഴിക്ക് ഒരു ഫാം കണ്ടായിരുന്നു, നമുക്ക് ഫുഡ് കിട്ടുമായിരിക്കും. കേനിയും അതുപോലെ തന്നെ ഷിമിയായും കൂടെ ചെന്നിട്ട് ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ 3 വർഷം കഴിയുകയാണ്. 2 ഡോക്ടേഴ്സിന് അവർക്ക് കുട്ടികൾ ഉണ്ടാകുകയാണ്. കേനിയും അതുപോലെ തന്നെ ഷിമിയായും കല്യാണം കഴിക്കുകയുമാണ്. ഷിമിയ പറയുകയാണ് ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ക്രൂവലായിട്ടുള്ള ഈ സിറ്റുവേഷനിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി ഫണ്ടാണ് ആവശ്യം. എന്നിട്ട് അവൾ ഒരു പാട്ട് പാടാൻ വേണ്ടി തുടങ്ങുകയാണ്. How much we've changed, I feel. Go back, what would the truth? എന്നും അവൾ വളരെയധികം വിഷമിച്ച് ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നത് എന്ന് നമ്മുടെ ഇഷിഗാമി പുറകെ വന്ന് അവളോട് ചോദിക്കുകയാണ്. വർഷങ്ങളെടുത്ത് മ്യൂസിക് കമ്പോസിംഗ് എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം മൊത്തത്തിൽ തന്നെ ഇല്ലാതെ സംഭവിക്കത്തില്ല. നമ്മൾ ഉറപ്പായിട്ടും എല്ലാ ഹ്യൂമൻസിനെയും തിരിച്ചു കൊണ്ടുവന്നിരിക്കും. പറ്റിയാലും എന്റെ പയ്യനായിട്ടുള്ള സേക്കോ ഉണ്ടല്ലോ, അവൻ ഉറപ്പായിട്ടും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. നിങ്ങളുടെ പയ്യൻ ഉറപ്പായിട്ട് ജീവനുണ്ടായിരിക്കും. ഞാൻ ബെഡ് റിലേറ്റഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവൻ വളരെയധികം ബുദ്ധിശാലിയാണെന്ന് എനിക്കറിയാം. നമ്മൾ ചെയ്തതെല്ലാം വേസ്റ്റ് ആയെങ്കിലും നമ്മുടെ സേക്കു ഒരു ദിവസം റിവൈൽ ആകുന്ന സമയത്ത് ഈ 700 ബില്യൺ ഹ്യൂമൻസിനെയും അവൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അവൻ റിവൈവ് ആകുന്ന സമയത്ത് അവന് വേണ്ടി കുറച്ച് ഫ്രണ്ട്സിനെ ഇവിടെ വെക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്ന് നമ്മുടെ ഇഷിഗാമി പറയുകയാണ്. സ്റ്റോറി ആണെങ്കിൽ അവിടെയുള്ള എല്ലാ ആൾക്കാരോടും നമ്മുടെ റൂറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും വളരെയധികം ഷോക്ക് ആകുകയാണ്. നമ്മുടെ സേക്കു എല്ലാവരും ബ്ലഡ് റിലേറ്റഡ് ആണോ എന്ന് നമ്മുടെ സ്വീക്ക ചോദിക്കുകയാണ്. നമ്മുടെ സേക്കു പറയുകയാണ് ഞാനും എന്റെ അച്ഛനും തമ്മിൽ ബ്ലഡ് റിലേറ്റഡ് അല്ലെന്ന്. കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവരെല്ലാവരും വളരെയധികം ഷോക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സമയത്തായിരുന്നു വില്ലേജിനെ പുറത്ത് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ അവരെ വെളിയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും ആ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ ആ പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂപ്പനാണെങ്കിൽ അയാളുടെ 6 പാക്ക് ഒക്കെ കാണിക്കുകയാണ്. സോ അതുകൊണ്ട് മാഗ്മ വളരെയധികം ഞെട്ടി നിൽക്കുകയാണ്. വില്ലേജിലുള്ള എല്ലാ ആൾക്കാരും സന്തോഷിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൊഹാക്കോ വളരെയധികം സന്തോഷിക്കുകയാണ്. വില്ലേജിന്റെ പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഗെന്നിനെ ആണെങ്കിൽ വില്ലേജിലുള്ള ആൾക്കാരെ വിളിക്കുകയാണ്. അയ്യോ, ഈ പാർട്ടി തന്നെ വില്ലേജ് ചീഫിന് വേണ്ടിയാണ്, എന്നിട്ട് വില്ലേജ് ചീഫ് എന്തി എന്ന് അയാൾ ചിന്തിക്കുകയാണ്. നമ്മുടെ റൂറിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ സേക്കു എങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോറി ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൂടെ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അത് ഞാൻ പറയാൻ. ധോണിക്കാണെങ്കിൽ ഒരു വലിയ ഡിസീസ് വന്നു. സോ അതുകൊണ്ട് തന്നെ മെഡിസിൻ കളക്ട് ചെയ്യാൻ വേണ്ടി 2 ഡോക്ടേഴ്സും കൂടെ ഐലൻഡിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തേടി വരാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് നമ്മുടെ കോണി മരിച്ചു പോവുകയാണ്. കാരണം ന്യൂമോണിയ വന്നിട്ടാണ് നമ്മുടെ കോണി മരിച്ചു പോയിരിക്കുന്നത്. ഇതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഷിമിയയും ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവനും ഇപ്പൊ ന്യൂമോണിയ പിടിച്ചിരിക്കുന്നു. സാധാരണ ഒരു പനി വന്നാൽ പോലും നിങ്ങൾക്ക് എന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോഴായി ന്യൂമോണിയ. നിങ്ങൾ ഉറപ്പായിട്ടും എപ്പോഴും സന്തോഷിച്ച് തന്നെ ഇരിക്കുക എന്ന് നമ്മുടെ ഇഷിഗാമി പറയുകയാണ്. നിങ്ങളല്ലേ പറഞ്ഞ് ലൈഫ് എന്ന് പറയുന്നത് മൊത്തത്തിൽ തന്നെ ഫണ്ണായിട്ട് എടുക്കണമെന്ന്. നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. നിങ്ങൾ കാരണമാണ് ഞാൻ ലൈഫിൽ ഇത്രയധികം സന്തോഷിച്ചിട്ടുള്ളത്. മാറുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്കൊരു റാമൻ തന്നില്ലായിരുന്നു, സ്പേസിൽ വെച്ച് എനിക്ക് ടേസ്റ്റി ആയിരുന്നു.
അന്നേരമാണ് ഞാൻ ശരിക്കുള്ള ജീവിതത്തിന്റെ ഫണ്ട് മനസ്സിലാക്കിയത്. വെച്ച് തന്നെ നമ്മുടെ ഷിമിയ മരിക്കുകയാണ്. സോ നമ്മുടെ കോണിയുടെ അടുത്ത് തന്നെ ഉള്ളൊരു കല്ലറ വെച്ച് നമ്മുടെ ഷിമിയെ അടക്കുകയാണ്. ഒരു അടുത്ത ജനറേഷൻ തന്നെ അവിടെ നമ്മുടെ ഇഷിഗാമി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇംഗ്ലീഷിൽ എഴുതുന്നത് വളരെയധികം കഷ്ടമാണെന്ന് നമ്മുടെ ഇഷിഗാമി പറയുന്നു. നിങ്ങളുടെ ലാംഗ്വേജ് ആയിട്ടുള്ള ജാപ്പനീസിൽ എഴുതാമെന്ന് അവൾ പറയും. പറ്റി ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെ പറ്റി, മിനറൽസിനെ പറ്റിയുള്ള ഓരോ കഥകളൊക്കെ അവൻ എഴുതി വെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനെ കുറിച്ചൊക്കെ ഇൻട്രസ്റ്റ് വന്നിട്ട് ഇതിനെ തേടി പോകണം. ടെയിൽസ് എന്ന് അതിന് പേരുമിട്ടു. സോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റോറി കേൾക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എല്ലാവർക്കും ജപ്പാനിൽ പോകണമെന്ന് തീരുമാനിച്ചു. വിചാരിച്ചതുപോലെ തന്നെ ക്രോംസ് സ്റ്റോൺസ് കളക്ട് ചെയ്തു. സേക്കു മനസ്സിൽ വിചാരിക്കുകയാണ്, എന്റെ അച്ഛനും എനിക്ക് ഒരുപാടധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു. ഇതിന്റെ എല്ലാത്തിന്റെ ഫൗണ്ടറിന്റെ കല്ലറ എന്ന് പറഞ്ഞിട്ട് പൂ വെക്കുകയാണ്. ട്രെയിൽസിന്റെ 100ാമത്തെ സ്റ്റോറി. സേക്കു, ഇത് നിനക്ക് വേണ്ടിയുള്ള ഒരു മെസ്സേജ് ആണ്. നീ ഈ സ്റ്റോറി കേട്ടിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും സ്റ്റോണിൽ നിന്ന് തിരിച്ചു വന്നതാണ് അർത്ഥം. സന്തോഷത്തോടാണ് ഇരിക്കുന്നത്. നീ റിവൈവൽ ആവുന്ന സമയത്ത് ഞാൻ മരിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഞാൻ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. വേണ്ടി കുറച്ച് ഫ്രണ്ട്സും അതുപോലെ തന്നെ 100 ടെയിൽസുകളെല്ലാം യൂസ് ചെയ്തിട്ട് എനിക്കറിയാം നീ ഉറപ്പായിട്ടും ഈ ലോകത്തിനെ രക്ഷിക്കുമെന്ന്. സേക്കു, ഹ്യൂമാനിറ്റീനെ രക്ഷിക്കേണ്ടിയ ഒരേ ഒരാൾ നീയാണ് എന്ന് നമ്മുടെ ഇഷിഗാമി പറയുകയാണ്. ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂറിനോട് നമ്മുടെ സേക്കു പറയുകയാണ്, വില്ലേജിലേക്ക് പോകും, അവിടെ നിന്റെ ആവശ്യമുണ്ട്, എനിക്കിവിടെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. നമ്മുടെ റൂറി അവിടെ നിന്ന് പോവുകയാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. അന്നേരം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നേരം കല്ല് മാത്രമായിരുന്നു. വിട്ടിട്ട് പോയ ഗിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ആണെങ്കിലും വളരെയധികം നന്ദിയുണ്ട് അച്ഛാ. അങ്ങനെ നമ്മുടെ ഗിന്നി പറയുകയാണ്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ഇൻഫർമേഷനുമായിട്ടാണ് എന്ന് നമ്മുടെ സേക്കു ചോദിക്കുന്ന സമയത്ത് ആർമി ആയിട്ട് വരാൻ വേണ്ടി പോവുകയാണ് എന്ന് നമ്മുടെ ഗിന്നിയെ പറയുന്നു. കേട്ടിട്ട് ഇറ്റ് ഈസ് എക്സൈറ്റിംഗ് എന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഈ എപ്പിസോഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഷിഗാമി എന്ന് പറയുന്നത് നമ്മുടെ സേക്കുവിന്റെ അച്ഛനാണ്. അത് മാത്രമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടിരിക്കുന്നത്. വേറൊരു കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ ഡോക്ടർ ഫസ്റ്റ് സീസണിൻ്റെ അകത്ത് 21 എപ്പിസോഡ്സ് ആണുള്ളത്. സോ അതിൻ്റെ അതിലെ 17 എപ്പിസോഡ്സ് ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയധികം എപ്പിസോഡ്സ് ചെയ്ത് തീർത്തത്. തന്നെ സപ്പോർട്ട് തുടരുക. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.